everyone, welcome to CC Cyber Campus. എൻ്റെ പേര് ജിംന. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസേഷൻ. അപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ പലരിലും യൂസ് ചെയ്യുന്ന എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? നമ്മൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലരും ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ ബിൽഡ് ചെയ്യാനും, അതേപോലെ പോസ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്യാനും, അതേപോലെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനും, വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും, അതുപോലെ നമുക്ക് അതിൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും, ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പലരും ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഫേസ്ബുക്കിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഏണിങ്സ്, അതായത് സോഷ്യൽ മീഡിയസിൽ നിന്ന് നമ്മൾ ഏണിങ്സ് വേണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക യൂട്യൂബാണ്. അതായത് നമുക്ക് പലർക്കും അറിയാം ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ഒരു മോണിറ്റൈസേഷൻ വഴി നമുക്ക് ഏണിങ്സ് ലഭിക്കും എന്ന് നമുക്ക് പലർക്കും അറിയാം. എന്നാലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് യൂട്യൂബ് ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഭയങ്കര കോംപ്ലക്സ് ആണ്, അതിൻ്റെ ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ യൂട്യൂബ് മോണിറ്റൈസേഷനേക്കാളും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആവാനായിട്ട് വളരെയധികം ഈസിയാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, അതുപോലെ തന്നെ 4000 വാച്ച് അവേഴ്സ് വേണം ഇൻ 365 ഡേയ്സിനുള്ളിൽ. അതായത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും വേണം. എന്നാൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 5000 ഫോളോവേഴ്സും അതേപോലെ തന്നെ 60,000 മിനിറ്റ്സ് വാച്ചസും വേണം ഇൻ 2 മന്ത്സ്. അതായത് 2 മന്ത്സിനുള്ളിൽ നമുക്ക് 5000 ഫോളോവേഴ്സിനെയും അതേപോലെ തന്നെ 60,000 മിനിറ്റ്സ് വ്യൂസും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വേണം. അപ്പോൾ ഈ കണക്ക് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണല്ലോ, ഇത്രയും ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് മോണിറ്റൈസ് ആവാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആണല്ലോ എന്ന് നിങ്ങൾ പലരിലും ചിന്തിക്കാം. പക്ഷേ യൂട്യൂബ് മോണിറ്റൈസേഷനേക്കാളും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ വളരെ ഈസിയറാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത്, ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിലൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് വളരെയധികം ഡിഫിക്കൽട്ടാണ്. എന്നാൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമുക്ക് 5000 ഫ്രണ്ട്സിനെ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആ 5000 ഫ്രണ്ട്സ് ഉള്ള ആ അക്കൗണ്ടിൽ നിന്നാണ് നമ്മളൊരു പേജിനെ ഉണ്ടാക്കുന്നത്. നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ടിൽ നിന്നാണ് നമ്മളൊരു ഫേസ്ബുക്ക് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സിനെ. നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള 5000 ഫ്രണ്ട്സിനെ നമുക്ക് ആ പേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഇപ്പോൾ വീഡിയോസ് വളരെയധികം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസിൻ്റെ റീച്ചും വളരെയധികം പെട്ടെന്നാവും. അതേപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് നമുക്ക് ഫ്രണ്ട്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ഫോളോവേഴ്സിനെ കൂട്ടാനും പറ്റും. അതേപോലെ തന്നെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഫേസ്ബുക്ക് പേജിന് അവരുടെ ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട്. നമുക്ക് ഇവൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതേപോലെ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഫേസ്ബുക്ക് ഫോളോവേഴ്സിനെ നമുക്ക് പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 5000 ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ യൂട്യൂബിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഇപ്പം നമ്മളൊരു വീഡിയോ ആൾക്കാർ എങ്ങനെയാണ് വരുന്നത് കാണുന്നത്? ഇപ്പം ഇപ്പോൾ ഒന്നെങ്കിൽ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ വീഡിയോസ് കാണും, അല്ലെങ്കിൽ ആ ഒരു കീവേഡ് വെച്ച് സെർച്ച് ചെയ്ത് വന്നിട്ടാണ് ആ ഒരു വീഡിയോ കാണുന്നത്. അതായത് ആ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കും ആ വീഡിയോ. അതിൻ്റെ പുറത്തേക്ക് റീച്ച് ആവാനായിട്ട് ആ വീഡിയോ റീച്ച് ആവാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്നാൽ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഇല്ല. അപ്പോൾ നമുക്ക് ആ ഫേസ്ബുക്കിനെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമാണ്. ഇനി നമുക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഫേസ്ബുക്ക് പേജ് എല്ലാവർക്കും എന്താണെന്ന് അറിയാലോ. നമുക്കൊരു ബിസിനസ് ഇപ്പം നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ്ബുക്ക് പേജ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോ, അതായത് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും ക്രിയേറ്റർ സ്റ്റുഡിയോയിലാണ് നമ്മൾ ഈ മോണിറ്റൈസേഷനും അതേപോലെ തന്നെ ആഡ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇതുപോലെ കാണാം. സ്റ്റാർസ്, സബ്സ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ ഇൻസ്ട്രീം ആഡ്സ്, അങ്ങനെ കുറേ കാണാം. അപ്പം നമുക്ക് ഈ ഫേസ്ബുക്കിലാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് മോണിറ്റൈസേഷൻ പ്രൊസീജിയർ നടക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓരോ ടൂൾസ് എനേബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ അങ്ങനെയല്ല, ഫേസ്ബുക്കിലാണെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ഓരോ ടൂൾസ് എനേബിൾ ആയിട്ട് കിട്ടുക. അപ്പം നമുക്ക് ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സ്റ്റാർസ് ആണ്. സ്റ്റാർസ് എന്ന് പറയുന്ന ടൂൾ എനേബിൾ ആവാനുള്ള ക്രൈറ്റീരിയസ് നോക്കിക്കഴിഞ്ഞാൽ 1000 ഫോളോവേഴ്സ് ഫോർ 60
കോൺസിക്യൂട്ടീവ് ഡേയ്സ്, അതായത് 2 മാസത്തിനുള്ളിൽ 1000 ഫോളോവേഴ്സ് ആയിരിക്കണം. അതേപോലെ ബെസ്റ്റ് ഫോർ, അതായത് നല്ല കണ്ടന്റ്സ് ഒക്കെ ഇടുന്ന ആൾക്കാർ കൂടി ആയിരിക്കണം. നമ്മുടെ കണ്ടന്റ്സ് ഒക്കെ അത്രയും ഒറിജിനൽ കണ്ടന്റ്സ് ആയിരിക്കണം, അതേപോലെ നല്ല കണ്ടന്റ്സ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർസ് എന്ന് പറഞ്ഞ ടൂൾ എനേബിൾ ആയിട്ട് കിട്ടും. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സിൽ നിന്ന് ആർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർക്ക് പേ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണത്. ഇനി നെക്സ്റ്റ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. അത് എനേബിൾ ആവാനുള്ള ക്രൈറ്റീരിയ നോക്കി കഴിഞ്ഞാൽ 10,000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 250 റിട്ടേണിംഗ് വ്യൂവേഴ്സ്, അതായത് 10,000 ഫോളോവേഴ്സ് ഉണ്ടാവുക, അതല്ലെങ്കിൽ 250 റിട്ടേണിംഗ് വ്യൂസ് ഉണ്ടാവുക, അത് കൂടാതെ തന്നെ 50,000 പോസ്റ്റ് എൻഗേജ്മെന്റ്സ്, അതല്ലെങ്കിൽ 1,80,000 മിനിറ്റ്സ് വ്യൂഡ്. ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞ ടൂള് നമുക്ക് എനേബിൾ ചെയ്ത് കിട്ടും. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പേജിൽ വരുന്ന അവർക്ക് ഫോളോ ചെയ്യാൻ വരുന്ന ആൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ, ഒരു പേയ്മെന്റ് മെത്തേഡിൽ കൂടെ സബ്സ്ക്രിപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉള്ളത്. അതായത് നമുക്ക് മന്ത്ലി ഒരു ഇൻകം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ടൂൾ ഉള്ളത്. നെക്സ്റ്റ് ടൂൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റാ ബ്രാൻഡ് കൊളാബ്സ് മാനേജർ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000 ഫോളോവേഴ്സ്, അതല്ലെങ്കിൽ അതുകൂടാതെ 15,000 പോസ്റ്റ് എൻഗേജ്മെന്റ്, അതല്ലെങ്കിൽ ഒരു 1,80,000 മിനിറ്റ്സ് വ്യൂഡ്, അല്ലെങ്കിൽ 30,000 1 minute views of 3 minutes videos in the last 60 days. ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റാ ബ്രാൻഡ് കൊളാബ്സ് മാനേജർ എന്ന് പറഞ്ഞ ടൂൾ ആക്റ്റീവ് ആവും. അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയ്ഡ് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്ന ഒരു ടൂളാണിത്. നെക്സ്റ്റ് വരുന്നത് ഇൻസ്ട്രീം ആഡ്സ് ഫോർ ഓൺ ഡിമാൻഡ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീഡിയോസിന് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആഡ് വരുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്ക് ആഡ് വരുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആഡ് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആഡ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഈ ആഡിൽ കൂടെ നമുക്ക് ഏർണിങ്സ് കിട്ടും. ഈ ആഡ് നമ്മുടെ വീഡിയോസിൽ പ്ലേ ആവുന്നതിൽ കൂടെ നമുക്ക് ഏർണിങ്സ് കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ടൂള് നമ്മൾ എനേബിൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. അത്രയും ഏർണിങ്സ് നമുക്ക് ഈ ഒരു ടൂളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ 5,000 ഫോളോവേഴ്സ്, അതുകൂടാതെ 60,000 ടോട്ടൽ എലിജിബിൾ മിനിറ്റ്സ് വ്യൂഡ്, അത് 2 മാസത്തിനുള്ളിൽ തന്നെ വേണം. അതുകൂടാതെ 5 ആക്റ്റീവ് വീഡിയോസ് ഓൺ യുവർ പേജ്, നമ്മുടെ പേജിൽ 5 ആക്റ്റീവ് വീഡിയോസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് ഇൻസ്ട്രീം ആഡ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ലേൺ മോർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ ഒരു വ്യൂ കാണും. കണ്ടോ, ഒരു സ്റ്റാർ കണ്ടു. അപ്പോൾ ഇതിൽ നമുക്ക് എത്രയാണ് പോയിന്റ്സ് കൊടുക്കുന്നത് വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പേയ്മെന്റ് കിട്ടും. അപ്പോൾ ലേൺ മോർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഇതിന്റെ പേയ്മെന്റ് മെത്തേഡാണ്. ഇപ്പൊ എനിക്ക് ഈ പേജിൽ ഈ ടൂൾസ് ഒന്നും എനേബിൾ ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു ടൂൾ എനേബിൾ ആയി കഴിഞ്ഞാൽ ആ എനേബിൾ ആണെന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ അതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരിക്കും. അതേപോലെ അത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് പേ ഔട്ട് മെത്തേഡിൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. അതേപോലെ തന്നെ ടാക്സേഷൻ ID കൊടുക്കാനുണ്ട്. ആ ടാക്സേഷൻ ID എന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡ് നമ്പർ തന്നെയായിരിക്കും. അതുകൂടാതെ ഒരു സ്വിഫ്റ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുക്കാനുണ്ട്. ആ നമ്പർ എന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഡോളറിലായിരിക്കും നമുക്ക് പേയ്മെന്റ് കിട്ടുക. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് സ്വിഫ്റ്റ് നമ്പർ കൊടുക്കുന്നത്. സ്വിഫ്റ്റ് നമ്പർ നമ്മൾ എവിടെ നിന്നാണ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ ചെന്ന് കളക്ട് ചെയ്യണം. ആ നമ്പറാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. സ്വിഫ്റ്റ് നമ്പർ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പേയ്മെന്റ് മെത്തേഡ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് മോണിറ്റൈസേഷൻ ആക്റ്റീവായി നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രീം ആഡ്സിൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് 10,000 ഫോളോവേഴ്സിനെ മീറ്റ് ചെയ്യാനായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ ഫേസ്ബുക്ക് അത് പകുതിയാക്കിയിട്ട് 5,000 ഫോളോവേഴ്സിന് മീറ്റ് ചെയ്താൽ മതി, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിൽ നിന്നും ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ മോർ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഓൾ.